മഴ തോറും മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിത ഒരു വലിയ ചതിയിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബബിത തന്റെ അലീന ചേച്ചിയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പതിവ് പോലെ ബബിത കോളേജിലേക്ക് പോകും. എല്ലാവരും പോയ ശേഷം അലീന മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന തിരക്കിലാണ്. അന്നേരം ആരോ വന്ന് ബെല്ലടിക്കുന്നുണ്ട്. ഇതാരെ ഈ ഒരു സമയത്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന ഡോറെല്ലാം തുറന്നു നോക്കും. അപ്പൊ കാണുന്നത് നിറ കണ്ണുകളോട് കൂടി നിൽക്കുന്ന ബബിതയായിരിക്കും. ബബിത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ബബിത മോളെ എന്താ പറ്റിയത്? നീ ഇന്ന് കോളേജിലേക്ക് പോയില്ലേ? നീ എന്താ തിരിച്ചു വന്നത്? അതൊക്കെ ഞാൻ എന്തിനാടി നിന്നോട് പറയുന്നത്? എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ, അല്ലാതെ ഇവിടെ വേലക്കാരിയായി നിന്നാ നിന്നോട് ഞാൻ എന്തിനാ എന്റെ കാര്യങ്ങളെല്ലാം പറയണം? അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ അതിരാവിലെ ഇവിടുന്ന് കോളേജിലേക്ക് എന്ന് പറഞ്ഞു പോയതല്ല മോളെ, അതിവിടെ എല്ലാരും കണ്ടതാണ്. അപ്പൊ നീ കോളേജിൽ പോവാതെ തിരിച്ചു വന്നത് എന്തിനാ എന്ന് എന്നോടായിരിക്കും ചോദിക്കുക മാഡം സാറും. അപ്പൊ എനിക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അത് കേട്ടപ്പോ ബബിത പറയും, നീ ഒന്നും പറയണ്ട, പറയേണ്ടവരോടുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ നിന്റെ പണി പോയി നോക്കടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബബിത മുകളിലേക്ക് കയറി പോകാണ്. അപ്പൊ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലാകും. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അവളുടെ കണ്ണെല്ലാം കലങ്ങിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ അവൾ പെട്ടുപോയിട്ടുണ്ട് എന്നെല്ലാം അലീന അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. അന്നേരം മുകളിൽ നിന്ന് ഓരോന്ന് എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദവും ബബിതയുടെ കരച്ചിലെല്ലാം കേൾക്കും. അലീന അപ്പൊ തന്നെ മുകളിലേക്ക് പോയി നോക്കുന്നുണ്ട്. ബബിത അപ്പൊ ഡോറൊക്കെ അടച്ചിട്ട് ബെഡ്ഷീറ്റും ടേബിളിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടുകൊണ്ട് നശിപ്പിക്കുകയാണ്. ബബിത മോളെ എന്താ പറ്റിയത്? കതക് തുറക്ക് മോളെ, കതക് തുറക്ക് എന്നെല്ലാം പറഞ്ഞ് അലീന അങ്ങനെ ഡോറിൽ മുട്ടലോട് മുട്ടലായിരിക്കും. അന്നേരം ബബിത ഡോറെല്ലാം തുറന്ന് കട്ട കലിപ്പിൽ ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് വേണ്ടത്? എന്തിനാടി നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? മോളെ നിനക്ക് എന്താ പറ്റിയത്? എന്തേലും ഉണ്ടെങ്കിൽ നീ ചേച്ചിയോട് തുറന്നു പറയ്. അപ്പൊ ബബിത പറയും, നീ ഒന്ന് ഇവിടുന്ന് പോയി തരോ? എന്റെ പ്രശ്നം എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല, എനിക്ക് കുറച്ച് സമാധാനം വേണം. കോളേജിൽ നിന്ന് അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രാന്ത് പിടിച്ച പോലെയാണ് ബബിതയുടെ പെരുമാറ്റം. അങ്ങനെ ഒടുക്കം അലീന വീണ്ടും ചോദിക്കാണ്, എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? നീ എന്നെ ഒരു ചേച്ചിയെ പോലെ കണ്ട് നിന്റെ പ്രശ്നം എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ നിന്റെ പ്രശ്നങ്ങൾ തീരുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് നീ എന്നോട് പറ. ഇല്ല, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. അങ്ങനെ ആർക്കും പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്റെ പ്രശ്നം. ഇത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനെ പുറത്താക്കിക്കൊണ്ട് ഭവിത ഡോറടിക്കാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് അലീന താഴത്തേക്ക് പോകും. മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറയാന്ന് വെച്ചുകൊണ്ടാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ മുത്തശ്ശിയുടെ നല്ല ഉറക്കായിരിക്കും. പാവം മുത്തശ്ശി ഉറങ്ങിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന ഡോറെല്ലാം മെല്ലെ ക്ലോസ് ആക്കിക്കൊണ്ട് ഹോളിലേക്ക് പോകും. അലീനയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഇവൾക്ക് എന്താ പറ്റിയത്? ഇവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒടുക്കം മുകളിൽ നിന്ന് ഒരൊച്ചയും വിളിയും കേൾക്കാത്തത് കൊണ്ട് അലീനയ്ക്ക് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെ അലീന ബബിതയെ പോയി നോക്കുന്നുണ്ട്. അപ്പൊ ബബിത ഡോറെല്ലാം അടച്ചിട്ടുണ്ടാകും. അങ്ങനെ ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോ ബെഡിന്റെ മുകളിൽ ഒരു ചെയറെല്ലാം വെച്ച് ബബിത സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അലീന കാണുക. ഇത് കണ്ടതും അലീനയ്ക്ക് അവിടെ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ബബിത ഡോർ അടച്ചിട്ടുണ്ടെങ്കിലും അത് ലോക്ക് ആക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെ അലീന വേഗം ഡോറിൽ പോയി മുട്ടലോട് മുട്ടൽ, ബബിത മോളെ വാതില് തുറക്ക്, മോളെ വാതില് തുറക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെ ഡോറിൽ മുട്ടുന്നുണ്ടെങ്കിലും ബബിതയുടെ വാതില് തുറക്കുന്നില്ല. അങ്ങനെ ഒടുക്കം രണ്ടും കൽപ്പിച്ച് അലീന ലോക്കിൽ പിടിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഡോർ അവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അന്നേരം അലീന കാണുന്ന കാഴ്ച ബബിത ഒരു ഷോൾ എടുത്ത് ഫാനിൽ കെട്ടിത്തൂക്കി കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുന്നതാകും. എന്താ മോളെ ഇത്? എന്താ നീ കാണിക്കുന്നേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അവിടെ ബബിതയെ പിടിച്ചു വലിച്ചിറക്കുന്നുണ്ട്. അപ്പൊ ബബിതയാവട്ടെ ആകെ സമതല തെറ്റി എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാകും. അന്നേരം ബബിതയുടെ ഒരു സംസാരമൊക്കെ കേട്ട് അലീന ബബിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ബബിത നേരെ പോയിട്ട് ബെഡിൽ വീഴും. മോളെ, ഞാൻ നിന്നെ മനഃപൂർവ്വം അടിച്ചതല്ല. നീ ആ കയറിൽ പിടിച്ച് നിനക്ക് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. നീ എന്തിനാണ് മോളെ മരിക്കാൻ തീരുമാനിച്ചത്? നീ നിന്റെ അമ്മയെ കുറിച്ചോർത്തോ? നിന്റെ അച്ഛനെയും സഹോദരങ്ങളെയും കുറിച്ചോർത്തോ? പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമില്ല മോളെ. നീ ഇനിയെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു പറ നിന്റെ പ്രശ്നം എന്നൊക്കെ അലീന ബബിതയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ബബിത അവിടെ പൊട്ടിക്കരയാകും. ഇല്ല മോളെ, നിനക്കൊന്നുമില്ല, എന്ത് വന്നാലും നിന്റെ കൂടെ ഈ ചേച്ചി ഉണ്ടാകും. നീ ചെയ്തത് ഞാൻ ആരോടും പറയില്ല. നിനക്ക് എത്ര നല്ല ഭാവിയുള്ളതാ മോളെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുനിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ബബിത ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്. ബബിത അപ്പോൾ അലീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരേ കരച്ചിലാകും. അങ്ങനെ അപ്പോൾ ബബിതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ബബിതയ്ക്ക് ഒരു കാമുകനുണ്ടല്ലോ അമൽ, അവനായിരിക്കും. അങ്ങനെ അലീനയാണ് ഫോൺ എടുക്കുക. ഫോൺ എടുത്തതും അലീന അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ ബബിതയുടെ കാമുകൻ അമല് പറയുന്നുണ്ട്, എടി ബബിതേ, നീ എവിടെയാണെങ്കിലും നിന്നെ തേടി ഞാൻ അവിടെ എത്തും. അതിന്റെ മുന്നേ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ കണ്ടല്ലോ, ഞാൻ അയച്ച നിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നീ കണ്ടല്ലോ. അത് ഞാൻ പബ്ലിക് ആക്കണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. അത് ഞാൻ പബ്ലിക് ആക്കണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ നിമിഷം വരണം. ഇന്ന് നീ കോളേജിൽ വരാതെ മുങ്ങിയത് എന്നെ കാണേണ്ടി വരുമെന്ന് കരുതിയിട്ടല്ലേ?
അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് വന്നോ എന്നൊക്കെ അമൽ അവിടെ പറയാണ്. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന അവിടെ ഫോണെല്ലാം കട്ട് ചെയ്ത് ബബിതയോട് ചോദിക്കും, മോളെ ആരാണ് അവൻ? അത് ചേച്ചി, അവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. ആദ്യമൊക്കെ ഞാനും അവനും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അവൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്നെ ചതിക്കുമായിരുന്നു എന്ന്. അവൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇതാ എന്നെയും. അവൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇതാ എന്നെയും. അപ്പോൾ അലീന ചോദിക്കും, അവൻ നിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചു എന്ന് പറഞ്ഞല്ലോ മോളെ, അതൊക്കെ എന്ത് സംഭവം? അത് ചേച്ചി, അതൊക്കെ അവൻ എഡിറ്റ് ആക്കിയതാണ് എന്റെ തല വെച്ചിട്ട്. ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ടാണ് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൻ അതൊക്കെ പുറത്തു വിടുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവനത് പുറത്തു വിട്ടാൽ പിന്നെ ഞാൻ എങ്ങനെ കോളേജിലേക്ക് പോകും? എങ്ങനെ എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കും? ഹോ, അങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത്. ഇതിന്റെ പേരിലാണോ മോൾ ആത്മഹത്യ ചെയ്യാൻ പോയത്? ഇങ്ങനെയുള്ളവന്മാരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോള് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവൻ പറഞ്ഞ സ്ഥലത്ത് എത്തണം. മോൾ ആദ്യം അവനെ വിളിച്ചിട്ട് പറ, ഒരു 10 മിനിറ്റിനകം ഞാൻ അവിടെ എത്തുമെന്ന്. അതുപോലെ തന്നെ ആ ഫോട്ടോസും വീഡിയോസും പുറത്ത് വിടരുത് എന്ന് കൂടി നീ പറ. അങ്ങനെ ബബിത അമലിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ നീ പറയുന്ന സ്ഥലത്തേക്ക് വരാം. അതുവരെ നീ ആ ഫോട്ടോസും വീഡിയോസും ഒന്നും പുറത്ത് വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിതയുടെ ഫോൺ വെക്കും. അപ്പോൾ അമല് തന്റെ ഫ്രണ്ട്സിനോട് പറയും, എടാ മച്ചാമാരെ, അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കിളിയാണ് മോനെ. അവളുടെ ആ ബാത്റൂം സീൻ അവൾക്ക് നല്ല പേടിയുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മുമ്പൊരിക്കൽ പ്രണയിക്കുന്ന സമയത്ത് അവളെയും കൂട്ടി ഞാൻ ഹോട്ടലിലൊക്കെ പോയപ്പോൾ അവൾ അറിയാതെ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ എന്നൊക്കെ അമൽ ഇങ്ങനെ തന്റെ കൂട്ടുകാരുടെ അടുത്തായിട്ട് പറയാണ്. അങ്ങനെ ബബിതയും കൂട്ടി അലീന ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അയ്യോ ചേച്ചി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? പോലീസ് കേസൊക്കെ ആയാൽ എല്ലാവരും അറിയില്ലേ? മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചേച്ചിയില്ലേ കൂടെ, ഇതാരും അറിയില്ല. ഇവിടെയുള്ളത് ഒരു വനിതാ പോലീസാണ്, നമുക്ക് കാര്യം പറഞ്ഞു നോക്കാം എന്നെല്ലാം പറഞ്ഞ് അലീന വനിതാ പോലീസിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാണ്. മാഡത്തിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. മാഡം ഇത് പബ്ലിക് ആക്കരുത്. എന്റെ അനിയത്തിയെ ഒരുത്തൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് അത് വേറെ രീതിക്കാക്കി പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ എന്റെ അനിയത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടിയാണ് അവൾ, എന്റെ അനിയത്തിയെ പോലെയാണ് എന്നെല്ലാം പറഞ്ഞ് അലീന പോലീസിന്റെ അടുത്ത് കാര്യങ്ങൾ മൊത്തം തുറന്നു പറയുന്നുണ്ട്. അവനിപ്പോൾ അവളോട് ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അലീന പറയും. അപ്പോ വനിതാ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പോയിക്കോ, ഞാനും നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ വരികയുള്ളൂ. അവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തായാലും ചെല്ല്, നിങ്ങളുടെ പുറകെ തന്നെ ഞാനും ഉണ്ടാകും എന്നെല്ലാം പറയുമ്പോൾ അലീന ബബിതയും കൂട്ടി പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞൊരു ഹോട്ടലിൽ എത്തുന്നതിന്റെ മുന്നേ അലീന അവിടെ ഇറങ്ങും. കാരണം അവൻ അലീനയെ കണ്ടിട്ട് ഇനി ഡൗട്ട് അടിക്കേണ്ടെന്ന് വെച്ച്. അങ്ങനെ ബബിത വരുന്നത് അവന്മാരെല്ലാം മുകളിൽ നിന്ന് കാണും. എടാ മച്ചാനെ, അവള് വരുന്നുണ്ട്. പറഞ്ഞതുപോലെ അവൾ ഒറ്റയ്ക്കാണ് വന്നത്, ആരെയും കൂട്ടിയിട്ടില്ല. അതെങ്ങനെ കൂട്ടാനാടാ? അവളുടെ വിലപ്പെട്ട വീഡിയോ അല്ലേടാ എന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവന്മാര് മൊത്തം റൂമിലേക്ക് കേറി പോവാണ്. എന്നാൽ അവരുടെ പുറകെ തന്നെ ആകെ പേടിച്ച് ബബിത റൂമിലേക്ക് കേറും. ഹോ ഹോ, തമ്പുരാട്ടി എത്തിയോ? എന്തായിരുന്നു നിന്റെ ഒരു ജാട? എടി, നമ്മള് രണ്ടുപേരും എത്രമാത്രം സ്നേഹിച്ചവരായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ സ്വഭാവം മാറിയപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ബബിത പറയും, എടാ അമലെ, ഞാൻ നിന്നെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. എന്നിട്ട് എന്നോട് വേണമായിരുന്നോ നിന്റെ ഈ ചതി? അപ്പോൾ അമല് പറയുന്നുണ്ട്, ഈ അമലിനെ ആത്മാർത്ഥത എന്ന് പറയുന്നത് തീരെയില്ല മോളെ. നിന്നെ പോലെ എത്ര പെൺകുട്ടികൾ എന്റെ ബെഡിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു ജാടയാണ് നിനക്ക്. അതുകൊണ്ട് തന്നെയടി നിന്റെ പല വീഡിയോകളും നീ അറിയാതെ ഞാൻ എന്റെ ഫോണിൽ പകർത്തിയത്. എടി മോളെ, നീ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കടി എന്നെല്ലാം പറയുമ്പോൾ ബബിത അവിടെ പൊട്ടിക്കരയാണ്. അങ്ങനെ പിന്നീട് റൂമിന്റെ വാതിലിൽ ഒരാൾ മുട്ടും. ഇത് ആരുടെ ഈ സമയത്ത്? നീ ഒന്ന് പോയി നോക്കിക്കേ, ചിലപ്പോ ആ റൂം ബോയ് ആയിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവന്മാര് വാതിൽ തുറക്കുമ്പോ കാണുന്നത് അലീനയായിരിക്കും. നിങ്ങൾക്കൊന്നും നാണമില്ലടാ, ഒരു പെൺകുട്ടിയെ റൂമിൽ വിളിച്ചു വരുത്തി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട്. നീയൊക്കെ എന്താടാ കരുതി വെച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന റൂമിലേക്ക് കയറി വരാണ്. നീ ആരാടി ഇത് ചോദിക്കാൻ? ഇവളേക്കാൾ സൗന്ദര്യം നിനക്കാണല്ലോടി. എന്തായാലും ഞങ്ങള് 3 പേരുണ്ട്, നീ കൂടി വന്നത് നന്നായി. എടാ അളിയ, ഇവള് കൊള്ളാം. ഒരു പുലിക്കൂട്ടിലേക്കാണ് ഈ മുയൽക്കുട്ടി വന്നത്. ഇവളേക്കാൾ സുന്ദരി എന്തുകൊണ്ടും നീയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ മതി എന്നെല്ലാം പറഞ്ഞ് അവന്മാർ അലീനയുടെ കയ്യിൽ കയറി പിടിക്കും. അപ്പൊ മറ്റേ കൈകൊണ്ട് അലീന അവരുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുകയാണ്. എടി, നീ ഞങ്ങളെ തല്ലി അല്ലെടി? അതേടാ, വേണ്ടി വന്നാൽ നിന്റെയൊക്കെ പല്ലടിച്ചാൻ താഴ്ത്തിടും. നീയൊക്കെ റൂമിലേക്ക് വിളിച്ചാൽ നിന്റെ പുറകെ വരാൻ ഒരുപാട് പെൺപിള്ളേരുണ്ടാകും. എന്നാൽ ആ ഒരു ഗണത്തിൽ എന്നെയും ബബിതയും കൂട്ടണ്ട. നീയൊക്കെ ഇനി ഇതും പറഞ്ഞ് ഇവളെ ശല്യപ്പെടുത്തിയാൽ നിന്റെയൊക്കെ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ഇതൊക്കെ കേൾക്കുമ്പോ അവന്മാര് ചിരിയോട് ചിരിയായിരിക്കും. എടി മോളെ, ഇവളുടെ പല വീഡിയോസും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ പബ്ലിക് ആക്കിയേ തീരാവുന്നേ ഉള്ളൂ. നിന്റെയൊക്കെ ഈ ഒരു അഹങ്കാരം എന്ന ധൈര്യം ഉണ്ടെങ്കിൽ നീ അതൊന്ന് ചെയ്ത് കാണിക്കടാ. നിന്റെയൊക്കെ അഹങ്കാരം നിന്റെ ഈ ഫോണല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഫോൺ ഇനി നിനക്ക് വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഫോണ് അലീന എറിഞ്ഞു പൊട്ടിച്ച് 4 കഷ്ണമാക്കി കൊടുക്കുന്നുണ്ട്. എടി, നീ എന്താ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് അമല് വന്നുകൊണ്ട് അലീനയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാണ്. ആ ഒരു സമയത്തായിരിക്കും ആ വനിത എസ് ഐ അങ്ങോട്ട് കേറി വരുന്നത്. എടാ വിടടാ അവളെ, നിന്റെയൊക്കെ സൂക്കരുണ്ടല്ലോ, അത് ഞാൻ തീർത്തു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരി അവന്മാരെല്ലാം അടിച്ചൊരു പരുവമാക്കാണ്.
നിന്നെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാത്തതേ ഈ പെൺകുട്ടികൾക്ക് അതിന്റെ പേരിൽ ഒരു നാണക്കേട് വരണ്ട എന്ന് വെച്ചിട്ടാണ്. എവിടെടാ നിന്റെ ഫോണ് എന്ന് ചോദിക്കുമ്പോൾ അലീന ഒരു ഫോൺ കാണിച്ചു കൊടുക്കും. അലീന എറിഞ്ഞു പൊട്ടിച്ച് അത് 4 കഷ്ണമാക്കിയതാണ്ട് കാണിച്ചു കൊടുക്കും. നന്നായി മോളെ നീ അങ്ങനെ ചെയ്തത്. അതിൽ ആ മെമ്മറി കാർഡ് കൂടിയായിട്ട് ഊരിയെടുത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞിട്ടായിരിക്കും ഇവന്റെ അടുത്ത ഭീഷണി. അപ്പോൾ അലീന ഒരു ഫോണിലെ മെമ്മറി കാർഡ് കൂടിയായിട്ട് ഊരി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കിട്ട് 2 കൂടി കൊടുത്തിട്ട് അവര് പുറത്തേക്ക് പോകും. അപ്പോൾ അലീന മാഡത്തോട് പറയുന്നുണ്ട്, മാഡം ഒരുപാട് നന്ദിയുണ്ട് എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതിന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന മാഡത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കാണ്. അപ്പൊ വനിതാ പോലീസ് പറയുന്നുണ്ട്, നിന്റെ ധൈര്യം കൊണ്ടാണ് നിന്റെ അനിയത്തിയുടെ ജീവിതം തിരിച്ചു കിട്ടിയത്. ഇവളെ പോലെ ഒരു ചേച്ചിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് കുട്ടി. പിന്നെ ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുടെ കൂടെ നടക്കുമ്പോ കുട്ടി നന്നായിട്ട് സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ എസ് അവിടെ നിന്ന് പോവാണ്. പിന്നാലെ തന്നെ ബബിതയും അലീനയും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതും ബബിത അലീനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയും. ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിയാണ് എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മണ്ണടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അലീന പറയും, മോളെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നീ മരിക്കാനല്ല നോക്കേണ്ടത്, അതിനെ തരണം ചെയ്യാൻ നോക്കണം. എന്തിനും ഏതിനും മോളുടെ കൂടെ ഈ ചേച്ചി ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന ബബിതയെ ചേർത്ത് പിടിച്ച് നിൽക്കാണ്. എന്നിട്ട് അവരകത്തേക്ക് കയറിപ്പോകും. മുത്തശ്ശിയോട് മരുന്നും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന ബബിതയും കൂട്ടി പോയത്. അതുകൊണ്ട് അവര് മരുന്നും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതോടും കൂടി അലീന ബബിതയുടെ പ്രിയപ്പെട്ട ചേച്ചിയാവുന്നുണ്ട്. എന്തിനും ഏതിനും ഇപ്പൊ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അലീനയുടെ പുറകെയാണ് ബബിതയുള്ളത്. അത്രമാത്രം ബബിതയ്ക്ക് ഇപ്പൊ അലീന ഇഷ്ടമാണ്. എന്നാ ബബിതയുടെ ഒരു പെരുമാറ്റം കണ്ട് വൈജ ചോദിക്കുന്നുണ്ട്, എന്നു മുതലാടി ഇവള് നിനക്ക് ചേച്ചിയായത്? നിനക്ക് ഇവളെ ഇഷ്ടമല്ലായിരുന്നല്ലോ? അതൊക്കെ പണ്ടല്ലമ്മേ, എനിക്കിപ്പോ എന്റെ ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചി നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്തുമാത്രം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്, നമ്മളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഇനി അമ്മ എന്റെ ചേച്ചിയെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അത് കേട്ട് നിൽക്കില്ല. ഹോ ഹോ, കാക്ക മലന്ന് പറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഒന്ന് പോടി, നീ എന്താ കരുതിയത് നിനക്ക് മാത്രമുള്ളതാണ് ഈ അലീന ചേച്ചി എന്നോ? എന്നാലേ ഇനി മുതൽ അലീന ചേച്ചി എന്റെ കൂടി ചേച്ചിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബബിത അലീനെ കെട്ടിപ്പിടിക്കും. അത് കണ്ട് കൃഷ്ണമോളും അലീനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഇത് കണ്ട വൈജാകെ കിളി പോയ പോലെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഇപ്പൊ ഇവൾക്ക് എന്താ പറ്റിയതെന്ന് ഓർത്തിട്ട്. അപ്പൊ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.